सभी दोस्तों को BRDG हिंदी क्लासेस की एक नई कक्षा में स्वागत है। दोस्तों, आज हम 5वीं कक्षा की इकाई पढ़ेगी। इकाई का नाम है बांसुरी। बांसुरी क्या है? बांसुरी आप बांसुरी देखा है क्या? बांसुरी शायद आप कृष्ण के हाथ में देखे होंगे। अच्छा, मैं दिखाऊंगा आपको ബാസുരി. എല്ലാ കൂട്ടുകാർക്കും BRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഒരു യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് ബാസുരി. എന്താണ് കൂട്ടുകാരെ ബാസുരി? ബാസുരി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും. ബാസുരി കൃഷ്ണൻ്റെ കയ്യിൽ ഉള്ള ഒരു സാധനമാണത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ബാസുരി എന്താണെന്ന്, അല്ലേ? ശരി കൂട്ടുകാരെ, ഞാൻ ബാസുരി നിങ്ങൾക്ക് കാണിച്ചു തരാം. അതെ, ബാസുരി എന്നാൽ ഓടക്കുഴൽ. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റിൻ്റെ പേര് ബാസുരിയാണ്. ശരി കൂട്ടുകാരെ, നമുക്ക് ബാസുരി എന്ന ഇക്കായി യൂണിറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കുക. മനു ഓർ ബാസുരി. മനു ഓർ ബാസുരി. മനു और बांसुरी. देखो, मनु के एक बांसुरी है. मनु के एक बांसुरी है, सुंदर और जादुई बांसुरी. मनु के एक बांसुरी है. മനുവിന് ഒരു ബാസുരി ഉണ്ട്. ബാസുരി ഓടക്കുഴൽ. സുന്ദർ ഒരു ജാദുയി ബാസുരി. ആ ബാസുരിയുടെ പ്രത്യേകത എന്താണ്? സുന്ദർ, സുന്ദർ സുന്ദരമായതും, और ജാദുയി, ജാദുയി മാജിക് ഉള്ളതും, മാന്ത്രികവും ബാസുരിയാണ്. ഒരു മാന്ത്രിക ബാസുരിയാണ് മനുവിൻ്റെ കയ്യിലുള്ളത്. മനു കെ ഏക് ബാസുരി ഹെ, സുന്ദർ और जादुई बांसुरी. गाँव के हरी घास भरे मैदान में जब वह बांसुरी बजाता. गाँव के, गाँव ग्रामം, गाँव के हरी घास भरे, हरी घास പച്ചപ്പുല്ല്, ഹരി ഘാസ് ഭരെ, ഭരെ നിറഞ്ഞ, മൈദാൻ, മൈദാൻ കളിസ്ഥലം, മൈദാൻ മെയും ജബ് വഹ് ബാസുരി ബജാത്ത, എപ്പോഴാണോ അവൻ ഓടക്കുഴൽ വായിക്കുന്നത്. ജബ് വഹ് ബാസുരി ബജാത്ത, ബജാന വായിക്കുക. കോയൽ, കോയൽ, കോയൽ എന്താണ്? കോയൽ കുയില്. മോർ, മോർ മയില്. ആദി ചിടിയ മുതലായ പക്ഷികൾ. ഹിരൺ, ഹിരൺ എന്താണ്? ഹിരൺ അതെ മാൻ. ഖർഗോഷ്, ഖർഗോഷ്, ഖർഗോഷ് എന്താണ്? മുയൽ. ഖർഗോഷ് ജൈസെ ജാൻവർ ഉസ്കെ ചാരോ മോർ ഇക് ഡണ്ടേ ഹോത്തെ. ഇക് ഡണ്ട ഹോന എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടുക എന്നാണ് അർത്ഥം. ഒന്നും കൂടി നമുക്ക് ഇത്രയും ഭാഗം വായിക്കാം. മനു കെ ഏക് ബാസുരി ഹെ, മനുവിന് ഒരു ഓടക്കുഴലുണ്ട്. സുന്ദർ ഓർ ജാദുയി ബാസുരി. ആ ബാസുരി എങ്ങനെയുള്ളതാണ്? സുന്ദരവും മാന്ത്രികവും നിറഞ്ഞതാണ്. ഗാവ് കെ ഹരി ഘാസ് ഭരെ മൈതാനുമയും ജബ് വഹ് ബാസുരി ബജാത്ത. ഗ്രാമത്തിലെ പച്ച പുല്ല് നിറഞ്ഞ മൈതാനത്തിൽ എപ്പോഴാണോ അവൻ ഓടക്കുഴൽ വായിക്കുന്നത്. കോയൽ, മോർ ആദി ചിടിയ, കുയില്, മയില് മുതലായ പക്ഷികൾ. ഹിരൺ, ഖർഗോഷ് ജൈസെ ജാൻവർ, ഹിരൺ മാന്, മുയല് തുടങ്ങിയ മൃഗങ്ങൾ. ജാൻവർ മൃഗങ്ങൾ. ജാൻവർ ഉസ്കെ ചാരോ മോർ ഇക് ഡണ്ടേ ഹോത്തെ, അവൻ്റെ ചുറ്റുപാടും. ചാരോ മോർ ചുറ്റുപാടും. ചാരോ മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുറ്റുപാടും. ഇക് ഡണ്ടേ ഹോത്തെ, ഇക് ഡണ്ടേ ഹോന തിങ്ങിക്കൂടുക. ഉസ്കി മീട്ടി ആവാസ് മെയും സാരാ ഗാവ് ചൂമുടുത്ത. ഉസ്കി മീട്ടി ആവാസ്, ഉസ്കി, ഉസ്കി ഏതിൻ്റെ? ഈ ഓടക്കുഴലിൻ്റെ. മീട്ടി, മീട്ടി മധുരമുള്ള, ആവാസ് ഒച്ച, മേം സാരാഗാവ്, സാരാഗാവ് മുഴുവൻ ഗ്രാമവും. ചൂമുടുത്ത, ചൂമുന എന്ന് പറഞ്ഞാൽ ഇളകിയാടുക. ചൂമുടുത്ത. സാരഗം, ഗം ദുഃഖം, ഗം
सारा गम पिघल जाता, गम ദുഃഖം, പിഘൽ ജാന അലിഞ്ഞു ഇല്ലാതെയാകുക, അലിഞ്ഞു പോവുക, അതാണ് പിഘൽന എന്ന് പറഞ്ഞാൽ അലിയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മനു ഓർ ബാസുരി കാ അടൂട്ട് സംബന്ധ, മനു ഓർ ബാസുരി കാ സംബന്ധ അടൂട്ട് സംബന്ധ, അടൂട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ പറ്റാത്ത, അടൂട്ട് സംബന്ധ അവർ തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്, പൊട്ടിക്കാൻ പറ്റാത്തതാണ് ബന്ധം, അവർ തമ്മിലുള്ള ബന്ധം പൊട്ടിക്കാൻ പറ്റാത്ത ബന്ധമാണ്. ഹർ പൽ ദോനോം ഏക് സാത്ത്, എല്ലാ നിമിഷവും അവർ രണ്ടുപേരും ഒരുമിച്ച്. ഹർ പൽ എല്ലാ നിമിഷവും, ദോനോം ഏക് സാത്ത് രണ്ടുപേരും ഒരുമിച്ച്. ഒന്നും കൂടെ നമുക്ക് നോക്കാം. മനു ഓർ ബാസുരി, മനുവും ബാസുരി. മനു കെ ഏക് സുന്ദർ ബാസുരി ഹെ, മനുവിന് ഒരു സുന്ദരമായ ഓടക്കുഴലുണ്ട്. സുന്ദർ ഒരു ജാദുയി ബാസുരി ഹെ, ബാസുരിയുടെ പ്രത്യേകത എന്താണ്, സുന്ദരവും മാന്ത്രികം നിറഞ്ഞതുമാണ്. ഗാവ് കെ ഹരി ഘാസ് ഭരെ മൈതാനുമയും ജബ് ബാസുരി ബജാത്ത, ഇനി അവന് എവിടെയാണ് ആ ഓടക്കുഴൽ വായിക്കുന്നത്, ഗ്രാമത്തിലെ പച്ച പുല്ലു നിറഞ്ഞ മൈതാനത്തിൽ എപ്പോഴാണോ അവൻ ഓടക്കുഴൽ വായിക്കുന്നത്. കോയൽ മോർ ആദി ചിടിയ, കുയില് മയില് മുതലായ പക്ഷികൾ. ഹിരൺ ഖർഗോഷ് ജൈസെ ജാൻവർ, മാന് മുയല് മുതലായ ജീവികൾ, ജന്തുക്കൾ. ഉൻകെ ചാരോ മോർ ഇക് ഡണ്ടേ ഹോത്തെ, അവൻ്റെ ചുറ്റും തിങ്ങിക്കൂടും. ഉസ്കി മീട്ടി ആവാസ് മേം സാരാ ഘാവ് ചൂം ഉടുത്ത, അതിൻ്റെ മധുരമായ ഓടക്കുഴലിൻ്റെ മധുരമായ ആ ഒച്ച കേൾക്കുമ്പോഴത്തേക്ക് മുഴുവൻ ഗ്രാമവും ഇളകിയാടും. സാരാ ഗം പിഘൽ ജാത്ത, എല്ലാ ദുഃഖവും അലിഞ്ഞു പോകും. മനു ഓർ ബാസുരി കാ അടൂട്ട് സംബന്ധ്, മനുവും ബാസുരിയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, പൊട്ടിക്കാൻ പറ്റാത്ത ബന്ധമാണ്. ഹർ പൽ ദോനോം ഏക് സാത്ത്, എല്ലാ നിമിഷവും രണ്ടുപേരും ഒരുമിച്ച്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതേപോലത്തെ ഏതെങ്കിലും ഒരു വസ്തു ചിലപ്പോൾ വീട്ടിൽ ഉണ്ടാകും അല്ലേ? അതും നിങ്ങളുമായിട്ടുള്ള ബന്ധവും ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും. ചിലപ്പോൾ അതൊരു പേനയാകാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോയ്സ് ആകാം, എന്തുമാകാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വളർത്തുമൃഗമാകാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ മനുവും ഓടക്കുഴലുമായിട്ടുള്ള ബന്ധമാണ് ഇവിടെ പറഞ്ഞത്. ഇനി നോക്കൂ, അടുത്ത പേജിലോട്ട് ശ്രദ്ധിക്കൂ. നോക്കൂ, ആ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? നമ്മുടെ ഓടക്കുഴലിന് എന്തോ സംഭവിച്ചിരിക്കുന്നു അല്ലേ? എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയണ്ടേ കൂട്ടുകാരെ? ശരി, നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ, എന്നിട്ട് അടുത്ത പേജിലോട്ട് പോവുക. ടൈറ്റിൽ ഇതാണ്, രോത്തി ക്യോം, കരയുന്നത് എന്തിന്? രോന എന്ന് പറഞ്ഞാൽ കരയുക. ആരായിരിക്കും കരയുക? എന്തിനായിരിക്കും കരയുക? നമുക്ക് നോക്കാം. ഒരു സംഭാഷണമാണത്. സംഭാഷണം ഹിന്ദിയിൽ വാർത്താലാപം എന്ന് പറയും. സംഭാഷണത്തിന് ഹിന്ദിയിൽ എന്ത് പറയും? വാർത്താലാപം. അപ്പം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു സംഭാഷണമാണ്, വാർത്താലാപം. വാർത്താലാപം എന്ന് പറഞ്ഞാൽ എന്താണ്? സംഭാഷണം. അപ്പം ആരൊക്കെ തമ്മിലുള്ള വാർത്താലാപമാണെന്ന് നമുക്ക് ഇതിലോട്ട് ശ്രദ്ധിക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് പത്തർ. എന്താണ് പത്തർ? പത്തർ എന്ന് പറഞ്ഞാൽ കല്ല്, പാറക്കല്ലിനാണ് പത്തർ എന്ന് പറയുന്നത്. ഒരു ബാസുരി എന്നാണ് ഓടക്കുഴൽ. അപ്പം ആരൊക്കെ തമ്മിലുള്ള വാർത്താലാപമാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കൂട്ടുകാരെ? പത്തറും ബാസുരിയും, അതായത് പാറക്കല്ലും ബാസുരിയും തമ്മിലുള്ള വാർത്താലാപ സംഭാഷണമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സംഭാഷണത്തിന്റെ പേരെന്താണ്? രോത്തി ക്യോം, കരയുന്നത് എന്തിനാണ്? അപ്പൊ ആരായിരിക്കും കരയുന്നത്? നമ്മുടെ ഓടക്കുഴൽ. അപ്പോൾ ഓടക്കുഴലിന് എന്തോ സംഭവിച്ചു, എന്താണെന്ന് നമുക്ക് നോക്കാം. പത്തർ സംസാരിക്കുകയാണ്. വാഹ് അച്ചി ലഗ്തി ഹോ രോത്തി ക്യോം, വാ നിന്നെ കാണാൻ കൊള്ളാലോ, എന്തിനാ കരയുന്നത്? വാഹ് അച്ചി ലഗ്തി ഹോ, നന്നായിരിക്കുന്നല്ലോ. രോത്തി ക്യോം, കരയുന്നത് എന്തിന്? ബാസുരി ഹായ് മേം ആഫത്ത് മേം പടുകയോ, ഞാൻ ആപത്തിൽ അകപ്പെട്ടു. ആപത്ത്. പത്തർ ക്യാ ഹുവാ, എന്തു പറ്റി? പത്തർ ചോദിക്കുന്നു. ക്യാ ഹുവാ, എന്തു പറ്റി? ബാസുരി മനു ആജ് ബഹുത്ത് ഗുഷ്ദ, ഇനി ആ കാര്യം പറയുകയാണ് ബാസുരി, ശ്രദ്ധിക്കും. മനു ആജ് ബഹുത്ത് ഗുഷ്ദ, ഇന്ന് മനു വളരെയധികം സന്തോഷത്തിലായിരുന്നു. പ്യാർ സെ മുझे ബജാത്തെ ചൽ രഹാദ,
സ്നേഹത്തോടു കൂടി. പ്യാർ പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. നമ്മൾ പല പാഠങ്ങളിലും നമ്മൾ പഠിച്ചൊരു വാക്കാണ് പ്യാർ. പ്യാർ പ്യാർ സേ മുझे ബജാത്തെ ചൽ രഹാദ. അപ്പം സ്നേഹത്തോടു കൂടി എന്നെ വായിച്ചുകൊണ്ട് അവൻ നടക്കുകയായിരുന്നു. അചാനക് അചാനക് പ്രതീക്ഷിക്കാതെ. അചാനക് വഹ് ഫിസൽ കർ ഗിർ ഗയാ. ഫിസൽ കർ ഗിർന, ഫിസൽന എന്ന് പറഞ്ഞാൽ എന്താണ്? വഴുതി വീഴുക. ഫിസൽ കർ ഗിർ ഗയാ. ഫിസൽ കർ ഗിർ ഗയാ, വഴുതി വീണു. ആരാണ് വഴുതി വീണത്? മനു അല്ലേ. അവൻ ഇങ്ങനെ ഓടക്കുഴലും വായിച്ചു പോവുകയായിരുന്നു. അപ്പോഴവൻ എന്ത് ചെയ്തു? വഴുതി വീണു. മെയും ചൂട്ട് കർ പാനി മെയും ഗിരി. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിൽ നിന്ന് വേർപെട്ടു. ചൂട്ട് കർ, ചൂട്ടിന വേർപെടുക. ചൂട്ട് കർ പാനി മെയും ഗിരി. എവിടെയാണ് വീണത്? വെള്ളത്തിൽ വീണു. അപ്പോൾ ഒരു നദിയിൽ നമ്മുടെ ഓടക്കുഴൽ വീണു പോയി. മുझे ബച്ചാവോ, മുझे ബച്ചാവോ. ബച്ചാവോ രക്ഷിക്കുക. മുझे ബച്ചാവോ എന്നെ രക്ഷിക്കൂ. മുझे ബച്ചാവോ. ആരാണത് പറഞ്ഞത്? ഓടക്കുഴൽ. അപ്പോൾ എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായാലും അത്ര ഭാഗം ഒന്നും കൂടി നോക്കാം. നമുക്ക് പത്തറും ബാസുരിയും തമ്മിലുള്ള വാർത്താലാപാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും. ശ്രദ്ധിക്കും നിങ്ങൾ. പത്തർ വാഹ് അച്ചി ലഹത്തി ഹോ. വാ നിന്നെ കാണാൻ കൊള്ളാലോ. രോത്തിക്കും കരയുന്നത് എന്തിനാണ്? ബാസുരി. ഹായ് മെയ് ആഫത്ത് മെയും പടുകയും. ഓ ഞാൻ ആപത്തിൽ അകപ്പെട്ടു. പത്തർ ക്യാ ഹുവാ. പത്തർ ചോദിക്കുകയാണ് ക്യാ ഹുവാ, എന്തു പറ്റി? ബാസുരി മനു ആജ് ബഹുത്ത് ഗുഷ്ദ. മനു ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. ഗുഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം, അറിയാലോ. പ്യാർ സെ മുझे ബജാത്തെ ചൽ രഹാദ. സ്നേഹത്തോടു കൂടി എന്നെ വായിച്ച് നടക്കുകയായിരുന്നു. അചാനക് വഹ് ഫിസൽ കർ ഗിർ ഗയാ. പ്രതീക്ഷിക്കാതെ അപ്രത്യക്ഷമായ അവൻ എന്ത് ചെയ്തു? ഫിസൽ കർ ഗിർ ഗയാ, വഴുതി വീണു. നിങ്ങളും വഴുതി വീണിട്ടുണ്ടോ കൂട്ടുകാരെ? വീണിട്ടുണ്ടാവും അല്ലേ. മെയും ചൂട്ട് കർ പാനി മെയും ഗിരി. ഞാൻ എന്ത് ചെയ്തു? അവനിൽ നിന്ന് വേർപെട്ട് എവിടെ വീണു? വെള്ളത്തിൽ. പാനി മേം ഗിരി. മുझे ബച്ചാവോ, എന്നെ രക്ഷിക്കൂ. മുझे ബച്ചാവോ. പത്തർ കൈസെ ബച്ചാവും. അപ്പം പാറക്കൽ ചോദിക്കുകയാണ് കൈസെ ബച്ചാവും. കൈസെ എങ്ങനെ? ബച്ചാവും എങ്ങനെ രക്ഷിക്കും? മെയിൻ ചൽ നഹിം സക്ത. എനിക്ക് നടക്കാൻ പറ്റൂല, എനിക്ക് സഞ്ചരിക്കാൻ പറ്റൂല, എനിക്ക് ചലിക്കാൻ പറ്റൂല എന്ന് കല്ല് പറയുകയാണ്. ലേക്കിൻ ഹാ കുച്ച് കർ സക്താഹും. എന്നിരുന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിന്നെ സഹായിക്കാൻ പറ്റും എന്ന് പറഞ്ഞു അല്ലേ. മെയും ചൽ നഹിം സക്ത. എനിക്ക് ചലിക്കാൻ പറ്റൂല എന്ന്. ലേക്കിൻ ഹാ എന്നാൽ അതെ. കുച്ച് കർ സക്താഹും എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിനക്ക് വേണ്ടി. ബാസുരി ക്യാ എന്ത്? പത്തർ മെയും നദീസെ കഹൂം. ഞാൻ നദിയുടെ അടുത്ത് പറയും. മെയും നദീസെ കഹൂം. കഹൂം പറയും. കഹിന പറയുക. വഹ് തുമേം രാസ്ത ദിക്കാതെ. അപ്പം നദി നിനക്ക് വഴി കാണിച്ചു തരും. രാസ്ത ദിക്കാതെയും, രാസ്ത വഴി, വഴി കാണിച്ചു തരും. ഓർ തുമേ കിനാരെ പഹുഞ്ചായേ. പിന്നെ അതെന്ത് ചെയ്യും? നിന്നെ തീരത്ത് കൊണ്ടെത്തിക്കും. കിനാര, കിനാര തീരം. കിനാരെ പഹുഞ്ചായെങ്കിൽ അപ്പോൾ അത് നിന്നെ തീരത്തിൽ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതാണ് വാർത്താലാപ്. ആരൊക്കെ തമ്മിലുള്ള വാർത്താലാപാണ്? പത്തറും ബാസുരിയും തമ്മിലുള്ള വാർത്താലാപ്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. രോത്തിക്കോം കരയുന്നത് എന്തിന്? പത്തർ വാഹ് അച്ചി ലഹത്തി ഹോ രോത്തിക്കോം. വാ നിന്നെ കാണാൻ കൊള്ളാലോ, എന്തിനാ കരയുന്നത്? ബാസുരി ഹായ് മെയും ആഫത്ത് മെയും പടുകയും. ഓ ഞാൻ അപകടത്തിൽ അകപ്പെട്ടു. പത്തർ ക്യാ ഹുവാ, എന്തു പറ്റി? ബാസുരി മനു ആജ് ബഹുത്ത് ഗുഷ്ദ. മനു ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. പ്യാർ സെ മുझे ബജാത്തെ ചൽ രഹാദ. സ്നേഹത്തോടു കൂടി എന്നെ വായിച്ചവൻ നടന്നു പോവുകയായിരുന്നു. അചാനക് വഹ് ഫിസൽ കർ ഗിർ ഗയാ. പ്രതീക്ഷിക്കാതെ അവൻ എന്ത് ചെയ്തു? വഴുതി വീണു. മെയും ചൂട്ട് കർ പാനി മെയും ഗിരി. ഞാൻ എന്ത് ചെയ്തു? അവനിൽ നിന്ന് വേർപെട്ട് വെള്ളത്തിൽ വീണു. മുझे ബച്ചാവോ, എന്നെ രക്ഷിക്കൂ. പത്തർ കൈസെ ബച്ചാവൂ, എങ്ങനെ രക്ഷിക്കും? മെയിൻ ചൽ നഹിം സക്ത. എനിക്ക് സഞ്ചരിക്കാൻ പറ്റൂല, നടക്കാൻ പറ്റൂല എന്ന് പറയണം. ലേക്കിൻ ഹാ കുച്ച് കർ സക്താഹും. എന്നിരുന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിനക്ക് വേണ്ടി. ബാസുരിക്ക എന്ത്? പത്തർ മെയും നദീസെ കഹൂം വഹ് തുമേ രാസ്ത ദിക്കാതെ. ഞാൻ നദിയുടെ അടുത്ത് പറയും, നദി നിനക്ക് വഴി കാണിച്ചു തരും. രാസ്ത വഴി. ഓർ തുമേ കിനാരെ പഹുഞ്ചായെ. അത് നിന്നെ തീരത്ത് എത്തിക്കും എന്ന് പറയണം. കിനാരെ തീരം. അപ്പം മനസ്സിലായ കൂട്ടുകാരെ പത്തർ. അപ്പം പത്തറും ബാസുരിയും തമ്മിലുള്ള വാർത്താലാപ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത പേജിൽ നോക്കൂ. അടുത്ത പേജിൽ നോക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ കാണുന്നത്?
അത് തീരത്തെത്തിച്ചേർന്നു അല്ലേ? നമ്മുടെ ബാസുരി എവിടെ എത്തിച്ചേർന്നു? തീരത്തെത്തിച്ചേർന്നു. അപ്പം നമ്മൾ അടുത്ത പേജ് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ബാസുരി എവിടെ എത്തി? തീരത്തെത്തി അല്ലേ? ആരുടെ അടുത്ത് എത്തിക്കാണും ബാസുരി? മനുവിൻ്റെ അടുത്ത് എത്തിക്കാണും അല്ലേ? അപ്പം മനുവിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ള കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. അടുത്ത പേജ് നോക്കൂ. ओह एक कैसी पीड़ा है, काश मनु के हाथ लग जाती. ഓഹ് ഹേ കൈസി പീഡ ഹെ. ഇത് എന്ത് വേദനയാണ്. ഓഹ് ഹേ കൈസി പീഡ ഹെ, കാഷ് മനു കെ ഹാത്ത് ലഗ് ജാത്തി. അപ്പം എന്ത് ചെയ്യുകയാണ്? ആ നദി ആ ഓടക്കുഴലിനെ തീരത്തോട്ട് കൊണ്ടുപോവുകയാണ് അല്ലേ? ഒഴുക്കി കൊണ്ടുപോവുകയാണ്. അതാണ് നിങ്ങൾ ആ ചിത്രത്തിൽ കാണുന്നത്. ഓ ഹേ കൈസി പീഡ ഹെ. ഇത് എന്ത് വേദനയാണ്. പീഡ വേദന. മനു കെ ഹാത്ത് ലഗ് ജാത്തി. ഞാൻ എൻ്റെ മനുവിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിരുന്നുവെങ്കിൽ ഹാത്ത് ലഗ് ജാത്തി. ബീത്തേ ദിൻ കിത്തനെ പ്യാരേ ദേ. ബീത്തേ ദിൻ കഴിഞ്ഞുപോയ ദിവസം. ബീത്തേ ദിൻ കഴിഞ്ഞുപോയ ദിവസം. കിത്തനെ പ്യാരേ ദേ എത്ര പ്രിയപ്പെട്ടതായിരുന്നു. മനു കെ ഹാത്ത് സാരി ദുനിയ മുझे പ്യാർ കർത്തി ദി. അപ്പം മനുവിൻ്റെ കയ്യിലായിരുന്നപ്പോൾ ഈ മുഴുവൻ ലോകവും, ദുനിയ ലോകം, സാരി ദുനിയ മുഴുവൻ ലോകവും മുझे പ്യാർ കർത്തി ദി എന്നെ സ്നേഹിച്ചിരുന്നു. മനുവിൻ്റെ കയ്യിലായിരുന്നപ്പോൾ ഈ മുഴുവൻ ലോകവും എന്നെ സ്നേഹിച്ചിരുന്നു. ക്യാ വഹ് ഖുഷി ലൗട്ട് ആയേഗി. എന്താ ആ സന്തോഷം തിരികെ വരുമോ? പിന്നെ എന്തൊക്കെ സംഭവിച്ചു കാണും എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് സംഭവിച്ചു കാണും പറഞ്ഞല്ലോ. നമ്മൾ നദി എന്ത് ചെയ്ത് കാണും? ആ ഓടക്കുഴലിനെ തീരത്തെത്തി കാണും. ഇപ്പോൾ തീരത്തെത്തിയപ്പോഴത്തേക്ക് നമ്മുടെ മനു അവിടെ ആ ഓടക്കുഴലിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും സങ്കടത്തോടു കൂടി. അപ്പോൾ അവർ വീണ്ടും കണ്ടുമുട്ടി കാണും അല്ലേ? അവരുടെ ആ അനുഭവം അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾക്ക് കാണാതെ പോയ ഒരു വസ്തു എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോഴത്തേക്ക് എന്ത് സന്തോഷവും അതേപോലത്തെ ഒരു അനുഭവമാണ് ആയിരിക്കും അല്ലേ മനുവിനും ഉണ്ടാകുക. ശരി കൂട്ടുകാരെ, ഇനി നമുക്കൊരു ചെറിയൊരു കവിത പഠിക്കാം. ഈ കയ്യിലുള്ളതാണ് ബാസുരി എന്ന് പറഞ്ഞ കവിതയാണ്. അതും കൂടെ ശ്രദ്ധിക്കും. ബാസുരി കവിത ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ശരി, നമുക്ക് ബാസുരിയെ പറ്റി ഇനി ഒരു കവിത പഠിക്കാം. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്? മനുവും ബാസുരിയും തമ്മിലുള്ള ബന്ധം മനസ്സിലായി. പിന്നെ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം മനുവിൻ്റെ കയ്യിൽ നിന്ന് ബാസുരി നഷ്ടമാകുന്നു. പിന്നെ അവസാനം അവർ വീണ്ടും കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഒരു കവിതയിലോട്ട് പോവാം നമുക്ക്. ആ കവിതയുടെ പേരാണ് ബാസുരി. बांसुरी मेरी प्यारी कितनी मीठे राग सुनाती, चंचल चंचल दुनिया सारी ताल उसी का लेती, कोयल रानी चुपके आके गीत मधुर अपनाती, मनहर तितली फूल छोड़ के धुन में लीन हो जाती, कल कल करती बहती नदियाँ अनहद में खो जाती, मीठे राग सुनाती बांसुरी सबका दिल बहलाती. അപ്പോൾ ഈ പാട്ട് നമുക്ക് ഇതിൻ്റെ അർത്ഥം ആദ്യം മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് ആലപിച്ച് നോക്കാം. എല്ലാവർക്കും കൂടി ചേർന്ന് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഈ ഗീതം, ഈ പാട്ട്, ഈ കവിത സ്വയം ഗ്രൂപ്പ് ചേർന്നോ ഒറ്റയ്ക്കൊക്കെ ആലപിക്കാം. നോക്കൂ കൂട്ടുകാരെ, നമുക്ക് നോക്കാം ബാസുരി അതിൽ എന്താണ് ആ വരികളിൽ പറയുന്നത്, അതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കും. ബാസുരി മേരി പ്യാരി കിത്തനി. ബാസുരി ഓടക്കുഴൽ എൻ്റെ പ്രിയപ്പെട്ടത്, എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് പറയുകയാണ്. ബാസുരി മേരി പ്യാരി കിത്തനി. അപ്പോൾ എന്താണ്? നഷ്ടപ്പെട്ടു പോയ ബാസുരി മനുവിൻ്റെ കയ്യിലെത്തിയപ്പോൾ അവിടെ നടക്കുന്ന ഒരു കവിതയാണ്, അവിടെ നടക്കുന്ന ഒരു ഗീതമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോ, ബാസുരി മേരി പ്യാരി കിത്തനി. ബാസുരി മേരി പ്യാരി കിത്തനി. എൻ്റെ ഓടക്കുഴൽ എത്ര പ്രിയപ്പെട്ടതാണ്, എത്ര സ്നേഹമുള്ളതാണ്. മീട്ടേ രാഗ് സുനാത്തി. ഇത് എന്ത് കേൾപ്പിക്കും? മീട്ടേ രാഗ് മധുരമുള്ള രാഗം. സുനാത്തി കേൾപ്പിക്കുക. ചഞ്ചൽ ചഞ്ചൽ ദുനിയാ സാരി. ചഞ്ചൽ ഇളക്കമുള്ള. ചഞ്ചൽ ദുനിയാ സാരി. ദുനിയ നമ്മൾ നേരത്തെ പഠിച്ച വാക്കാണ്. ദുനിയ ലോകം. സാരി താല് ഉസി കാലേത്തി. ഇതിൻ്റെ താളം എല്ലാവരും ആസ്വദിക്കും.
ഒന്നുകൂടി നോക്കാം. ബാസുരി മേരി പ്യാരി കിത്തനി. ബാസുരി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹമുള്ള ബാസുരി. മീട്ടേ രാഗ് സുനാത്തി മധുരമുള്ള രാഗം കേൾപ്പിക്കും. ചഞ്ചൽ ചഞ്ചൽ ദുനിയാ സാരി താല് ഉസീക്കാലെത്തി. അപ്പോൾ ഇളക്കമുള്ള ലോകം എന്ത് ചെയ്യും? ഇതിൻ്റെ താളം ആസ്വദിക്കും, താളം ശ്രദ്ധിക്കും എന്നാണ് പറഞ്ഞത്. അടുത്ത പേര് നോക്കൂ. കോയിൽ റാണി ചുപ്കെയാക്കെ. കോയിൽ റാണി, കോയിൽ കുയില്. കോയിൽ റാണി ചുപ്കെയാക്കെ. ചുപ്കെയാക്കെ മിണ്ടാതെ വരിക. ചുപ്കെ ആക്കെ ഗീത് മധുർ അപ്പനാത്തി. അപ്പം ഈ ബാസുരിയുടെ ഗീതത്തിനെ സ്വന്തമാക്കി, ആ പാട്ട് ആസ്വദിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചില പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സ്വയം മൂളി പാടാറില്ലേ? അതുപോലത്തെ അനുഭവമാണ്. കോയിൽ റാണി ചുപ്കെയാക്കെ ഗീത് മധുർ അപ്പനാത്തി. ആ മധുരമായ ഗീതത്തിനെ സ്വന്തമാക്കി. മനഹർ തിത്തലി. മനഹർ ആ മനസ്സിനെ മോഹിപ്പിക്കുന്ന. മനഹർ മനസ്സിനെ മോഹിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന എന്നാണ് അവിടുത്തെ അർത്ഥം. മനഹർ തിത്തലി. തിത്തലി എന്താണ്? തിത്തലി നിങ്ങൾ കണ്ടാണ് പൂന്തോട്ടത്തിലൊക്കെ. തിത്തലി ചിത്രശലഭം. മനഹർ തിത്തലി ഫൂല് ചോടുക്കെ. അപ്പൊ എന്ത് ചെയ്തു? ഈ പാട്ട് കേട്ടപ്പോൾ, ഈ രാഗം കേട്ടപ്പോൾ, ഓടക്കുഴലിന്റെ രാഗം കേട്ടപ്പോൾ നമ്മുടെ സന്തോഷം നൽകുന്ന ആ തിത്തലി എന്ത് ചെയ്തു? മനഹർ തിത്തലി ഫൂല് ചോടുക്കെ. ഫൂൽ എന്താണ്? ഫൂല് പൂവ്. ചോടുക്കെ ഉപേക്ഷിച്ചിട്ട്. ദുന്മയും ലീൻ ഹോ ജാതി. ഈ ദുൻ അതായത് ഈ രാഗത്തില്, ഈ ബാസുരിയുടെ പാട്ടില് മുഴുകിച്ചേർന്നു. ലീൻ ഹോ ജാതി. ലീൻ ഹോന മുഴുകിച്ചേരുക. മനസ്സിലായോ? കോയിൽ റാണി ചുപ്കെയാക്കെ. അപ്പം കുയിൽ റാണി മിണ്ടാതെ വന്നിട്ട് ഗീത് മധുർ അപ്പനാത്തി. ഈ മധുരമായ ഗീതത്തിനെ സ്വന്തമാക്കി. മനഹർ തിത്തലി ഫൂല് ചോടുക്കെ. അപ്പം മനസ്സിന് സന്തോഷം നൽകുന്ന തിത്തലി ചിത്രശലഭം. ഫൂല് ചോടുക്കെ പൂവിന് ഉപേക്ഷിച്ചിട്ട്, ത്യജിച്ചിട്ട്. ചോടുക്കെ ധുന്മയും ലീൻ ഹോ ജാതി. ഈ രാഗത്തില് അലിഞ്ഞു ചേർന്നു. കല് കർത്തി ബഹത്തി നദിയാം. കല് കർത്തി ബഹത്തി നദി. അപ്പൊ കളകള ശബ്ദത്താൽ ഒഴുകുന്ന നദി. ബഹന ഒഴുകുക. ബഹത്തി നദിയാം. നദി. അനഹദ് മേം ഖോജാത്തി. അനഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിശബ്ദത. അനഹദ് ഏകാന്തത എന്നൊക്കെയാണ്. അനഹദ് മേം ഖോജാത്തി. ഖോജാന ഇല്ലാതെയാകുക. അപ്പൊ എത്ര വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ഇല്ലാതെയാകുക, അലിഞ്ഞു ചേരുക. ലീൻ ഹോ ജാത്തി. ഇവിടെ നോക്കൂ, ഖോജാത്തി. ഖോജാന അതും എന്താണ്? ഇല്ലാതെയാകുക എന്നാണ് അർത്ഥം. മീട്ടേ രാഗ് സുനാത്തി ബാസുരി. മീട്ടേ രാഗ് സുനാത്തി ബാസുരി സബ്കാ ദിൽ ബഹലാത്തി. മധുരമുള്ള രാഗം കേൾപ്പിച്ചു ബാസുരി, ഓടക്കുഴൽ അല്ലേ? സബ്കാ ദിൽ ബഹലാത്തി. എല്ലാവരുടെ മനസ്സിനെയും സന്തോഷിപ്പിച്ചു നമ്മുടെ ബാസുരി. അപ്പം കവിത ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ? ഒന്നും കൂടി നമുക്ക് ആ കവിത ഒന്ന് ആസ്വദിക്കാം. ബാസുരി മേരി പ്യാരി കിത്തനി. അപ്പോൾ ഓടക്കുഴൽ എത്ര പ്രിയപ്പെട്ടതാണ് എനിക്ക്. മീട്ടേ രാഗ് സുനാത്തി. അതെനിക്ക് എന്താണ്? മധുരമുള്ള രാഗം കേൾപ്പിക്കും. ചഞ്ചൽ ദുനിയാ സാരി താല് ഉസീക്കാലെത്തി. ആ സമയത്ത് ഇളക്കമുള്ള ചഞ്ചലമായ ഈ മുഴുവൻ ലോകവും എന്ത് ചെയ്യും? അതിൻ്റെ താളം ആസ്വദിക്കും. കോയിൽ റാണി ചുപ്കെയാക്കെ. ആ സമയത്ത് കുയിൽ റാണി ഒന്നും മിണ്ടാതെ ഗീത് മധുർ അപ്പനാത്തി. ആ ഗീതത്തിൻ്റെ മധുരം സ്വന്തമാക്കും. മനഹർ തിത്തലി ഫൂല് ചോടുക്കെ ദുന്മയും ലീന ഹോ ജാതി. അപ്പം മനസ്സിന് സന്തോഷം നൽകുന്ന തിത്തലി ചിത്രശലഭം പൂവ് ഉപേക്ഷിച്ചിട്ട് ഈ രാഗത്തിൽ ലയിച്ചു ചേരും. കല് കർത്തി ബഹത്തി നദി. ഇനി കളകള ശബ്ദത്താൽ ഒഴുകുന്ന നദികൾ. അനഹദ് മേം ഹോ ജാതി. വിജനതയിൽ അത് എന്ത് ചെയ്യും? അലിഞ്ഞു ചേരും. ഈ പാട്ടിൻ്റെ രാഗം കേട്ടിട്ട്, അതായത് ഓടക്കുഴലിൻ്റെ പാട്ട്, മധുരമായ ഗീതം കേട്ടിട്ട്. മീട്ടേ രാഗ് സുനാത്തി ബാസുരി സബ്കാ ദിൽ ബഹലാത്തി. അപ്പം ഈ മധുരമുള്ള പാട്ട് കേൾപ്പിച്ച് ഓടക്കുഴൽ എല്ലാവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. അപ്പം ഈ ഗീതം, ഈ കവിത നിങ്ങൾ ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ടോ ഒറ്റയ്ക്കോ ഒക്കെ ഒന്ന് ആലപിച്ച് നോക്കൂ. ഇതിനൊരു താളമിട്ട് നോക്കൂ. എന്ത് മനോഹരമായിരിക്കും അല്ലേ ആ ഗീതം കേൾക്കാനും. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇന്ന് നമ്മൾ പഠിച്ച ബാസുരി എന്ന് പറഞ്ഞ ഇക്കായി, അതായത് യൂണിറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾ
തുടക്കം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ യൂണിറ്റിൽ എന്താണ് പറയുന്നത്, ഓരോ ഭാഗത്തും നമ്മൾ കടന്നുപോയ ആ മേഖലയുടെ അർത്ഥം മനസ്സിലാക്കാനും ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കൂട്ടുകാരും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യക്കാരായ കൂട്ടുകാരിൽ ഈ വീഡിയോ എത്തിച്ചേരും. എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഏവർക്കും നന്ദി.